നമ്മൾ രണ്ടാമത്തെ ദിവസം മുംബൈ ദർശൻ എന്ന് പറഞ്ഞ പാക്കേജ് ഉണ്ട്. മുംബൈ ഫുള്ള് കറക്കി കാണിക്കുന്ന ഒരു പാക്കേജ് എന്നുകൊണ്ട് നടത്തുന്നതാണ്. അപ്പോൾ അതിൽ പോണ്ടിയിട്ട് ടാക്സി പിടിച്ചിട്ട് പോയതാണ്. ഭയങ്കര ബ്ലോക്കായിരുന്നു, ലേറ്റായി പോയി. നമ്മൾ മുംബൈയിലൊരു പോർട്ടിൽ വന്നിട്ടാണുള്ളത്. അപ്പോൾ ഇവർ പറയുന്നത് ഈ ദർശൻ പാക്കേജുള്ളവർക്ക് മാത്രമേ ഇവിടെ അലൗഡ് അല്ലാണ്ട് കോമൺ പീപ്പിൾസിനൊന്നും ഇവിടെ അലൗഡ് ഇല്ലാന്ന് ഇവർ പറയുന്നത്. ഇത് വിശേഷങ്ങളും പാക്കേജും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഒരു ബോട്ട് സവാരിക്ക് വേണ്ടിയിട്ട് ബോട്ടിൽ കയറിയിട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ അപ്പർ മുംബൈ ദർശൻ എന്ന് പറയുന്ന പാക്കേജിലുള്ളത്. അപ്പോൾ മുംബൈ ദർശൻ്റെ പാക്കേജിൽ എന്ന് പറയുമ്പോൾ രാവിലെ 10 മണിക്ക് അവർ പാക്കേജ് തുടങ്ങുന്നതാണ്. പക്ഷേ 10 മണിക്കല്ല തുടങ്ങി, ശരിക്കും പറഞ്ഞാൽ 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ട് ഫസ്റ്റ് ഒരു ഹാർബറിലാണ് വന്നത്. ഇവിടെയാണ് KGF രാംലീലൊക്കെ ഷൂട്ട് ചെയ്തെന്ന് ഇവർ പറയുന്ന ഹിന്ദിയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇവിടെ നമ്മളൊരു ബോട്ട് റൈഡിംഗ് ഉണ്ട്. ബോട്ട് റൈഡിംഗ് 1 മണിക്കൂറാണ് പറയുന്നത്. ബാക്കി അതിനുള്ള വിശേഷങ്ങൾ ഞാൻ അതിന് ശേഷം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വരുന്നത്. നമ്മളെ കൂടെ ഉള്ളവരാണ് ഇവരൊക്കെ. ഒന്ന് കാണിച്ചു കൊടുക്കുക. ഈ ബോട്ടിന് കയറാൻ എത്രയോ 170 റുപ്യയുടെ കാണുന്നത്. ഇതിപ്പോൾ ഇവരെ ഇതിൽ വരുമ്പോൾ വെച്ചാൽ ഒരു പറഞ്ഞ 530 റുപ്യ ടോട്ടൽ ഒരാൾക്ക് വേറെ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ 4 സ്ഥലത്തിനുകൊണ്ട് എൻട്രി ഫീസ് അടക്കാം. മ്യൂസിയം കാര്യങ്ങളൊക്കെ എൻട്രി ഫീസ് അടക്കണം. അതിൽ 530 റുപ്യ എക്സ്ട്രാ ഒരാൾക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, ഈ ബോട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ബോട്ടിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല. പിന്നെ കുറേ എന്താ പറയുക, മീൻ പിടിക്കാൻ വന്ന ഇതും കാര്യങ്ങളൊക്കെ, പിന്നെ ചെറിയ ചെറിയ ഷിപ്പൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ ഉള്ളത്. വേറെ ഒരു സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബോട്ടിങ് ഇങ്ങനെ കടലിലോട്ട് ഇങ്ങനെ പോവാം. Please listen carefully to the important instructions. जानकारी के समय आपस में बात न कीजिए, शांत रहिए. Please, Sassoon Dock, 12th century, Banganga was built. ഇതുണ്ട് ഒരു ജങ്കാറ് പോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് കുറേ എനിക്ക് തോന്നുന്നു വെച്ചാൽ കുറേ നാളായി ഇത് ഇവിടെ ഇങ്ങനെ ആൾട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇതെന്തൊക്കെയുണ്ട്, ബോട്ടുണ്ട് അതിൻ്റെ അടുത്ത്, പിന്നെ ജങ്കാർ പോലത്തെ സംഭവമുണ്ട്. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ്റെ അല്ല എന്തോ സാധനങ്ങൾ കൊണ്ടുവന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. ഇത് കുറേ നാളായിട്ട് ഇവിടെ തന്നെ ആൾട്ട് ചെയ്യാൻ തോന്നുന്നു. ഇവിടുന്ന് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സാധാരണ ബോട്ടിൽ എന്ന് വെച്ചാൽ എൻ്റെ തല കൂട്ടും കേട്ടോ. ഞാൻ ഒരുവിധം ബോട്ടിലെല്ലാം കയറി എൻ്റെ തല കൂട്ടാറുണ്ട്. പക്ഷേ ഈ ബോട്ടിൽ എന്തോ തല കൂട്ടുന്നില്ല. അതന്നെ ഒരു വലിയൊരു ആശ്വാസം. ഇങ്ങനെ നീണ്ടു നേർന്ന് നടക്കാം. പക്ഷേ ഈ ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഇല്ല, നമുക്കില്ലേ ബോട്ട് അറിയില്ല, സാധാരണ എല്ലാവരും പതിയെ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം കുറച്ച് സമയം ബോംബെൻ്റെ ചരിത്രം, ഇത്ര കോടി ആൾക്കാർ, 3,40,00,000 അങ്ങനെ എന്താ ആൾക്കാർ ബോംബെയിൽ താമസിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ അധികം ആൾക്കാർ ഇവിടെ എന്താണ് ഓട്ടോറിക്ഷ, ടാക്സി അത് വിട്ട് ഇതാക്കിയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ വരുമ്പോൾ വെച്ചാൽ നമ്മൾ ബോംബെൻ്റെ ഒരു സൈഡ് കണ്ടെങ്കിൽ ആ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഇങ്ങനെ ഫുള്ള് ബിൽഡിംഗ് ആയിട്ട് നമ്മളിപ്പോൾ എബ്രോഡൊക്കെ പോയത്, ഗൾഫിലൊക്കെ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കണ്ട ഗൾഫ് കാര്യങ്ങളില്ല, അതേപോലെ ഇവിടുന്ന് കാണുമ്പോൾ ആ ബിൽഡിംഗ് കാണുമ്പോൾ മാത്രം തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറയുന്നത്. നമ്മളങ്ങനെ കണ്ട് നമ്മൾ ഗൾഫിൽ പോയിട്ടില്ലല്ലോ. അപ്പോൾ ഗൾഫിൽ സിനിമയിൽ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഈ ബിൽഡിംഗ് കുറേ ഉണ്ട്, അതിങ്ങനെ കാണുന്നത്. നമ്മൾ ബോട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നത് ഇത് ഇവിടുത്തെ ഹാർബർ ആട്ടോ. ഇതിപ്പോൾ നിങ്ങൾ ഫുഡ് കോർട്ട് പോലെ തോന്നുകയാണെന്നില്ലേ, പല ചെറിയ ചെറിയ ടീ സ്റ്റാളും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടോ. ഇവിടെ എന്താ പറയുക, മീൻ പിടിക്കുന്നവർക്കും പിന്നെ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്നിട്ട് കഴിക്കുന്നുണ്ട്. ആണല്ലോ ഒരു എന്താ പറയുക സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫുഡ് കോർട്ട് പോലെ തന്നെ, പക്ഷേ വളരെ ചീപ്പായിട്ടുള്ള റേറ്റ് കാര്യങ്ങൾ പല ഐറ്റംസ് കാര്യങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. भैया किधर से? ये जाते हैं तलोजा, जाता है तलोजा। तलोरा? गुजरात तलोजा जाते हैं। गुजरात है। हाँ। ओ इसका नाम है डोमा मच्छी।
डोमा मच्छी हाँ मेरा बड़ा डोमा और ये काली है ये नेगरू है स्टैंडर्ड स्टाइल है ये അവർ മീനിൻ്റെ പേരാണത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഹാർബറിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അവർ ആ മീൻ എനിക്ക് തോന്നുന്നു അവർ ബോട്ടിൽ നിന്ന് ഇറക്കിയോടെ തന്നെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലോറിയിലേക്ക് കയറ്റുന്നത്. പക്ഷേ അത് കടലിൽ തന്നെ ഏകദേശം ഒരു 2 ആഴ്ചയിൽ കൂടുതൽ കടന്നിട്ടുണ്ട് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ചില ബോട്ടുകൾ പോയി കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് 1 മാസത്തിനുള്ളിലൊക്കെ ആയിട്ട് വരിക, അങ്ങനെ ഉണ്ട് സംഭവം. ഹാർബർ കഴിഞ്ഞിട്ട് ഇനി രണ്ടാം സ്ഥലം എന്ന് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ബസ് ഇറങ്ങി. അപ്പോൾ വരുന്ന വഴിയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഴയ ബിൽഡിങ്ങും പുതിയ ബിൽഡിങ്ങും, അതാണ് അതിൽ കാണിച്ചത്. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ തൊട്ടടുത്ത് തന്നെ താജും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ എങ്കിൽ ഇനിയിപ്പം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിക്കും, കാരണം മറ്റേ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് ഇവരെ കൂടെ ആ പാക്കേജിലുള്ളതുകൊണ്ട് പിന്നെയും വരുന്നു. ഇത് നമ്മളെ കൂടെയുള്ള 2 കപ്പിൾ കേട്ടോ. അവർ ഈ പ്രായത്തിലും എന്താ പറയുക ഒരുമിച്ച് കൈ പിടിച്ച് നടക്കുന്ന, ഒരുമിച്ച് വർത്തമാനം പറയും. നമ്മുടെ നാട്ടിലൊക്കെയുള്ള കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ 2 ആൾക്കാർ എവിടേക്കും പോകുന്നെങ്കിൽ 2 വഴിയിലായിട്ട് നടക്കുന്ന ആൾക്കാരെ പല വിധത്തിലും പല നാട്ടിലും പല ഫാമിലിയിലും നമ്മൾ കാണുന്നത്. പക്ഷേ ഇവർ എന്താ പറയുക, അത് വേറൊരു രസമാണ് ആ കാഴ്ച കാണാൻ. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നെടുക്കെ തന്നെ ഞാൻ പറഞ്ഞേ, ഇന്നലെ കാണിച്ചു തരാത്തൊരു എന്താ പറയുക ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ ബാക്ക് സൈഡിലെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ബാക്കിയൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഇത് വേറെ നല്ലൊരു ബിസിനസ്സാണ്. നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ആണ്. ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട് സ്ലൈസായിട്ട്. ഒരു പ്ലേറ്റിന് 50 റുപ്യ 60 റുപ്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് മറൈൻ ഡ്രൈവിലേക്ക്. അപ്പോൾ ബോംബെയിലെ മറൈൻ ഡ്രൈവിൽ വന്നിട്ടുള്ളത്. ബോംബെയിലെ മറൈൻ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ രാത്രിത്തെ വ്യൂ കാണിച്ചിട്ടുണ്ട്. പകൽ നട്ടപ്പൊരിയുന്ന വെയിലാട്ടോ ഇവിടെ ഈ നട്ടപ്പൊരിയുന്ന വെയിലത്ത് കുറേ കപ്പിൾസും കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഏരിയയിൽ ഇങ്ങനെ വെയിൽ കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അമ്മ സഹിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. ഇതാണോ ഇത് ഫുൾ ഈ ബിൽഡിംഗ് മുഴുവനാണ് നമ്മൾ നേരത്തെ ഇന്നലെ രാത്രിത്തെ വീഡിയോയിൽ ഇന്നലത്തെ ഇതിൽ രാത്രി വന്നേരം നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ലൈറ്റ് കത്തിച്ചിട്ട്. മറൈൻ ഡ്രൈവിൽ ഇറങ്ങിയിട്ട് ബസ് അവിടെ വെച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുകയാണ്. എവിടത്തേക്കാണെന്ന് അറിയില്ല, എന്തെല്ലോ ഹിന്ദിയിൽ പറഞ്ഞ് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതാണ്. നമ്മൾ വന്നത് ഇവിടെ 12D എക്സ്പീരിയൻസ് ചെയ്യേണ്ടിയിട്ട് കേട്ടോ. ഒരു ചെറിയൊരു തിയേറ്റർ, അതിൽ ഇതൊക്കെ വെറുതെ ടൂറിസ്റ്റ് നമ്മൾ പറ്റിക്കുന്ന പരിപാടിയാണ്. ചെറിയൊരു തിയേറ്ററിൽ 12D എന്ന് പറഞ്ഞൊരു 10 മിനിറ്റ് ഒരു ഷോ കാണിച്ചു തന്നു, വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ യാത്ര തുടർന്നു. പിന്നെ നമ്മൾ മുംബൈയിൽ തന്നെ ഒരു വലിയൊരു ഫേമസ് ആയ ഒരു ചർച്ച്, അവിടത്തേക്ക് പോകുന്നത് ഒരു മുസ്ലിം പള്ളിയിലേക്ക്, അതായത് ഹാജി അലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. മീൻസ് പോകുന്ന വഴിക്കുള്ള ചന്തയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. കുറച്ച് നമുക്ക് നടക്കേണ്ട ഒരു അണ്ടർപാസിലോട്ടൊക്കെ ഉള്ളിലോട്ട് കയറിയ റോഡ് മുറിച്ച് കടന്നിട്ട് വേണം നമ്മൾ പോകേണ്ടിയിട്ട്. ഹാജി അലി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഹാജി അലി ദർഗ എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ അവിടെ എത്തുന്നതിൻ്റെ ഈ 2 സൈഡിലും കണ്ടില്ലേ കടൽ വെള്ളമാണ് കേട്ടോ. അവിടെ കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് ഫുള്ളായിട്ട്. പക്ഷേ ഇപ്പം ആ വരൾച്ച കാലാവസ്ഥയായതുകൊണ്ട് ചൂട്ടിൻ്റെ സമയമുണ്ട്, കുറേ വെള്ളമൊക്കെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇറങ്ങിയിട്ട് നടക്കുന്നൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടേക്കൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെയാണ്. അതിൻ്റെ ഒരു സൈഡിൽ കാണുന്നില്ല ഫുള്ള് ബിൽഡിങ് കാര്യങ്ങൾ. പിന്നെ എന്തോ വലിയ എക്സ്പ്രസ് ഹൈവേ പോലത്തെ എന്തോ റോഡിൻ്റെ പണി നടക്കുന്നത് കേട്ടോ ഈ സൈഡിൽ. हाजी अली है? हाजी अली शाहबुखारी ഇത് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇവിടെ പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട്, അത് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങി. ഇതാണ് ബാക്ക് സൈഡ് കേട്ടോ. ബാക്ക് സൈഡിലെ വ്യൂ ആണ്. ഇവിടെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ വെള്ളം കയറുന്നതാണ്. പക്ഷേ ആ സമയത്ത് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് ആൾക്കാർ പോയിട്ട് അവിടെ ഇരിക്കുന്നത്. ഈ നട്ടപ്പൊരിന്ന് വെയിലത്ത് ഇരുന്നിട്ട് കാറ്റ് കൊള്ളുന്ന അവസ്ഥ നോക്കട്ടെ.
അടുത്ത പോയത് നമ്മൾ പ്ലാനറ്റോറിയം, നമ്മൾ സയൻസ് പാർക്ക് എന്നൊക്കെ പറഞ്ഞില്ല, ആ ഒരു സ്ഥലത്താണ് മുംബൈയിൽ. പക്ഷേ ഇതെന്താണ്, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സയൻസ് അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ഉള്ളത് കുറച്ച് അതിനോട് ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും. അല്ലാതെ എനിക്ക് വലിയൊരു ഇതായിട്ടും തോന്നുന്നു. കാരണം നമ്മുടെ നാട്ടിൽ കണ്ണൂരൊക്കെ കാണുന്ന സംഭവം തന്നെ. പക്ഷേ പുറത്തെ ബിൽഡിംഗ് കാണാനൊക്കെ ഭയങ്കര ഹൈ ലെവലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ വൈകുന്നേരത്തെ ഈ ഒരു റൈഡ്, ഇത് നമ്മൾ കാണിക്കേണ്ടിയിട്ടായിട്ട് ഈ പാലത്തിലോട്ട് കയറ്റുക. ഇത് സംബന്ധിച്ച മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 12ാമത് ഏറ്റവും നീളം കൂടിയ പാലമാണ്. ഇന്ത്യയിലെ നമ്പർ 1, അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണിത്. അതായത് ഇത് ടോട്ടൽ 22 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അതിൽ 17 കിലോമീറ്ററും നമ്മളെ കടലിലൂടെയാണ് പോകുന്നത്. ഇത് മുംബൈ സെൻട്രലിൽ നിന്ന് നവി മുംബൈനെ കണക്ട് ചെയ്യുന്നതാണ്. ആദ്യം അവിടുന്ന് 2ലേക്ക് പോകണമെങ്കിൽ വരുന്നത് ഏകദേശം 2 മണിക്കൂറോളം ദൂരം ഉണ്ടായിരുന്നു, ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ഈ പാലം വന്നതിന് കൂടിയിട്ട് അത് 20 മിനിറ്റോളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അത്രയും ഒരു ഷോർട്ട് അടിച്ചിട്ടുള്ളൊരു പാലമാണ്. ഇതൊന്ന് 6 വരി പാതയാണ് കേട്ടോ, 6 വരി പാതയാണ്. ഈ പാലത്തിലൂടെ നമുക്ക് ഓട്ടോറിക്ഷ അല്ലെങ്കിൽ 2 വീലർ ഒന്നും അലൗഡ് അല്ല. ബാക്കിയുള്ള ഹെവി വെഹിക്കിൾസും കാറും ഒക്കെ ടാക്സി മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത് കേട്ടോ. ഇത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ മുംബൈ എന്ന് പറഞ്ഞാൽ തീരെ വൃത്തിയില്ലാത്ത സ്ഥലം. നമ്മൾ ധാരാവി അങ്ങനെ സിനിമയിലൊക്കെ കാണുമ്പോൾ അങ്ങനെ എന്താ പറയുക, കോളനി പരിപാടി അങ്ങനെയൊക്കെയുള്ള പരിപാടിയല്ലേ കാണുന്നത്, സ്ലമ്മ്. പക്ഷേങ്കിൽ ഇത് ഉണ്ടോ, ഇത് വേറൊരു സൈഡാണ് കേട്ടോ. നല്ല എന്താ പറയുക, അടിപൊളി വൃത്തി. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അറേബ്യൻ കൺട്രീസിൽ പോയ പോലെയുണ്ട് ആ ഒരു ഈന്തപ്പന പോലത്തെ സംഭവം കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട്. പിന്നെ മുംബൈയിൽ എന്നാൽ എന്തായാലും ഇവിടെ പോലെ നമ്മളെ ഷാറുഖ് ഖാൻ്റെ വീടാണിത്, നമ്മളെ കിങ് ഖാൻ. വേണ്ട അവിടെ എപ്പോഴും നമ്മളെല്ലാവരും വീഡിയോ എടുത്ത് കണ്ടാൽ ഇവിടുന്ന് ഗേറ്റിന് മുമ്പ് ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് എന്താണെന്ന് മനസ്സിലായി. നമ്മൾ പോയാൽ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. ഇതിൻ്റെ അടുത്ത് തന്നെ വേറെ പല സെലിബ്രിറ്റീസിൻ്റെയും വീടുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. പല ഹിന്ദി സീരിയൽ നടിമാരും പിന്നെ സൽമാൻ ഖാൻ്റെ ഒക്കെ വീട് ഇതിൽ പോകുന്ന വേറൊരു വഴിയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇവർ. ഫുള്ള് സെലിബ്രിറ്റീസ് ആൾക്കാരുള്ളൊരു ഏരിയ കേട്ടോ, പോർഷ ഏരിയ. ഇവിടെ ഓരോ വീടെന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് പോലെയാണ്. ഫ്ലാറ്റ് മീൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെ എത്ര നിലകളായിട്ടാണ്. ഞങ്ങളിപ്പം ഷാറുഖാൻ്റെ ഇവിടെ എല്ലാവരും കണ്ടതാണ്. അതിൽ മതിൽ തന്നെ കാണുന്നില്ല. മതിൽ നോക്കി നമ്മൾ വണ്ടിയിലുള്ളതുകൊണ്ട് നമ്മൾ ആ വീടിൻ്റെ ഹൈറ്റ് കണ്ടത് ശരിക്കും പറഞ്ഞാൽ. അത് നേരെ മുമ്പിലുള്ള വ്യൂ ആണ് ഈ കടൽ, ബീച്ച്. നല്ല വ്യൂ ആയിരിക്കും. മുകളിൽ പോയി എന്നാൽ നമ്മൾ റിസോർട്ടിലെല്ലാം നിൽക്കുന്ന പോലത്തെ ഫീൽ ആയിരിക്കും. ഇന്ന് രാവിലെ മുതൽ ഈ വൈകുന്നേരം ഈ സമയം വരെ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു യാത്ര.